അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ മഹാശക്തി പ്രയോഗിച്ച് അവനെ ഞാൻ ബന്ധിച്ചിരിക്കും. അതിനുശേഷം അവൻ ആരോടും ഒരു സത്യവും പറയാത്ത രീതിയിൽ ഞാൻ ആക്കിയെടുക്കും. അതിനിപ്പോ എന്ത് ചെയ്യണം മഹാമായെ? ഗരുഡ, നീ ഇപ്പൊ തന്നെ ദിഗ്വിജയന്റെ വീട്ടിലേക്ക് പോകൂ. അവൻ പുറത്തു പോകാത്ത രീതിയിൽ നീ അവനെ നോക്കണം. യഥാർത്ഥ ത്രയംബകൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കരുത്. അതിനൊപ്പം നമ്മുടെ മേൽ ഒരു സംശയവും വരാൻ പാടില്ല. ശരി മഹാമായെ. ഞാൻ ആ ത്രയംബകനെ നേരിടാനുള്ള ശക്തി ആർജിക്കട്ടെ. നീ പോയിട്ട് ദിഗ്വിജയനോട് സത്യങ്ങളെല്ലാം പറയൂ. നീ പോയിട്ട് ആ നാഗറാണിയെ സംഹരിക്കൂ. ഞാൻ ആ മഹാമായിയുടെ കഥ കഴിക്കട്ടെ. കൽപ്പന പോലെ. കൽപ്പന പോലെ. ആ ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ. ഞാൻ ആ മഹാമായിയുടെ കഥ കഴിക്കുന്നതുവരെ നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. മൂന്നും ഒരേ സമയത്ത് തന്നെ നടന്നിരിക്കണം. ഓർമ്മയിലിരിക്കട്ടെ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പോകൂ, കാര്യങ്ങൾ സാധിച്ചു വരൂ. ശിവാനി, ഒരു ബഹുമാനം ഇല്ലാതെ എന്നെ എടി ശിവാനൊക്കെ വിളിക്കാൻ തുടങ്ങിയോ നീ? നോക്ക് തൃശൂൽ, വന്ന് എനിക്ക് നിന്റെ പെരുമാറ്റം തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. എന്തായാലും നമ്മള് ഭാര്യയും ഭർത്താവ് ആവേണ്ടതല്ലേ? അപ്പൊ എങ്ങനെ വിളിച്ച സാരമൊന്നുമില്ലല്ലോ. എന്താ നീ പറഞ്ഞ? ഭാര്യയും ഭർത്താവ്? ഇതൊന്നും അത്ര ശരിയല്ല തൃശൂൽ. ശിവാനി, നീ എന്ത് വേണേലും പറഞ്ഞോ, നമ്മള് കല്യാണം കഴിച്ചിരിക്കും. നീ എന്നെ തന്നെ പ്രേമിക്കും, കണ്ടോ? ഇല്ല, ഞാൻ നിന്നെ ഒരിക്കലും പ്രേമിക്കില്ല. നിന്റെ കൂടെ നിൽക്കുന്നുമില്ല. ശിവാനി നിക്ക്. ശിവാനി, നീ എവിടെ പോയാലും നിന്റെ പുറകെ ഞാൻ വന്നുകൊണ്ടേയിരിക്കും. ശിവാനി, നീ എവിടെ പോയാലും ഞാൻ നിന്റെ പുറകെ വരുമെന്ന്. നീ എന്റെ പ്രണയം സമ്മതിക്കുന്നത് വരെ നിന്നെ ഞാൻ വിടുന്നില്ല. നീ എന്റെ പിറകെ വന്നിട്ട് ഒരു പ്രയോജനമില്ല. ഞാൻ നിന്നെ പ്രേമിക്കില്ല. ഹലോ ഹലോ. മാഡം സൂക്ഷിച്ച്. ഇതെന്തിവിടെ സംഭവിക്കുന്നത്? മാഡം 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 മഹാദേവ, ഇതെന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ ഇങ്ങനെ? ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ഇല്ല,
ഇതാരും മനഃപൂർവ്വം തന്നെ ചെയ്തോണ്ടിരിക്കുന്നതാ. ആരാത്? ആരാത്? നീയോ? എന്തിനാ എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്താ കാര്യം? അളിയ, എല്ലാവരോടും വരാൻ പറഞ്ഞിട്ട് എന്താ ഒന്നും പറയാത്തെ? ഗോവിന്ദ, ഞാൻ പറയുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകാൻ പാടില്ല. അത് എത്ര വലിയ കാര്യമായാലും നിങ്ങളെല്ലാവരും എന്റെ കൺമുമ്പിൽ ഉണ്ടാവണം. എന്തു പറ്റി? ഗുരുക്കൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മളോട് എന്തോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. അളിയ, എന്താ കാര്യം? ഗുരു വരാനും മാത്രം എന്തെങ്കിലും വിശേഷമുണ്ടോ? അത് ഗുരുക്കൾക്ക് അറിയും. അതല്ല, കാര്യമില്ലാതെ ഗുരു ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ? കാര്യമുണ്ട് ദമയന്തി. അതുകൊണ്ടല്ലേ വരുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നു. മുതലാളി, ഗുരുക്കൾ വന്നു. വന്നാട്ടെ ഗുരുക്കളെ. ഗുരുക്കളെ, വന്നാട്ടെ ഗുരുക്കളെ, അങ്ങോട്ട് ഇരുന്നാലും. ഗുരുക്കളെ, എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കുറിപ്പയച്ചിരുന്നില്ലേ? ഇപ്പോ അങ്ങ് തന്നെ നേരിട്ട് വരികയും ചെയ്തു. അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഞാൻ തന്നെ നേരിട്ട് വരേണ്ട ആവശ്യം വന്നു. അങ്ങനെ ഒരു കാര്യം എന്താ ഗുരുക്കളെ? അസത്യങ്ങൾ സത്യത്തിന്റെ മുഖം മൂടി ധരിച്ച് നമുക്ക് ചുറ്റിലുമായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആ മുഖം മൂടികൾ വലിച്ചു കീറി സത്യം പുറത്തു കൊണ്ടുവരേണ്ടതായി വന്നു. എന്താ സത്യം? ആരുടെ മുഖം മൂടി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗുരുക്കളെ. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഗുരുക്കളെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു നിമിഷം. ആദ്യം എനിക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. അതിനെന്താ ഇപ്പോ? വന്നാട്ടെ ഗുരുക്കളെ.
ഏയ് നാഗറാണി, നിന്നെ ഞാൻ ദിഗ്ബന്ധനത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട് എനിക്കെതിരായി വന്നിരിക്കുകയാണല്ലേ? ഇത്രമാത്രം ധൈര്യമോ നിനക്ക്? ഹേ ദുഷ്ട, ഞാൻ ഈ ഭൂലോകത്തേക്ക് വന്നത് നിങ്ങളുടെയൊക്കെ നാശത്തിനാ. നീ എത്രയൊക്കെ ശ്രമിച്ചാലും എന്നെ തടയാനാവില്ല നിനക്ക്. 14 വർഷക്കാലത്തെ ദിഗ്ബന്ധനം മറന്നുപോയോ നീ? അന്ന് നീ അനുഭവിച്ച നരകയാതന ഓർമ്മയില്ലേ നിനക്ക്? ഏയ് നാഗറാണി, എന്റെ ശക്തിക്ക് മുന്നിൽ നിന്റെ ഒരു കളിയും നടക്കില്ല. അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രം. ഇതിനോടകം തന്നെ എന്റെ ആദിശേഷനെ കൊന്ന് നാഗമാണിക്യം മോഷ്ടിച്ച് നാഗലോകത്തിന്റെ തന്നെ ശത്രുവായി കഴിഞ്ഞു നീ. വീണ്ടും എന്നോട് കളിച്ച് കൂടുതൽ പാപങ്ങൾ ഏറ്റുവാങ്ങേണ്ട നീ. നിന്റെ മരണം അതിക്രൂരമായിരിക്കും. മരണം? എന്റെ മരണം നിന്റെ കൈ കൊണ്ടാണെന്നോ? ആ ആദിശേഷൻ പോലും ഇതുപോലെ പാഴുവാക്കുകൾ പറഞ്ഞു. അവസാനം എന്റെ ശിഷ്യന്റെ കൈകൾ കൊണ്ട് മരിച്ചു. ഇപ്പോൾ നിന്റെ ശ്വാസം നിലയ്ക്കുന്നത് എന്റെ കൈകൾ കൊണ്ടായിരിക്കും. കൊള്ളാം, നിന്റെ വെറും മോഹം മാത്രം അത്. എന്റെ ശക്തിയെ പൂജിക്കുകയാണോ നീ? ഏയ് നാഗറാണി, എന്റെ ശക്തിയെപ്പറ്റി നിനക്കറിയില്ല. എന്റെ ശക്തിയേക്കാൾ വലിയ ശക്തി നിന്റെ കയ്യിലുണ്ടെന്നുള്ള അഹങ്കാരമാണ് നിനക്ക്. നാഗലോകത്തെ മൊത്തം എന്റെ കാൽ കീഴിൽ ഒതുക്കിയ ശക്തനായ മാന്ത്രികനാണ് ഞാൻ. നീ വെറും നാഗം മാത്രം. ഞാൻ നിന്നെ കണക്കിലെടുത്തിട്ടില്ല. നിന്നോട് വെറുതെ സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല. സമാധാനത്തോടെ നിന്നോട് പെരുമാറിയതാണ് തെറ്റ്. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം. ഈ ശിക്ഷ നീ അനുഭവിക്കൂ. ഇതെന്താ ഇങ്ങനെ? എനിക്ക് നാഗറാണിയായി രൂപം മാറാൻ സാധിക്കുന്നില്ലല്ലോ. എന്റെ ശക്തിക്ക് ഇതെന്താണ് പറ്റിയത്? മഹാദേവ, എന്താണിത്? എന്റെ നാഗലോകത്തിന്റെ ശക്തികൾ മുഴുവനും ചോർന്നു പോയ പോലെയുണ്ട്. ഇച്ഛാധാരി നാഗിണിയായി മാറാനുള്ള ശക്തി എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏയ് നാഗറാണി, നീ ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ എത്ര തന്നെ ശ്രമിച്ചാലും നാഗറാണിയായി മാറാൻ കഴിയില്ല. നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം നാഗറാണിയായി മാറാനുള്ള നിന്റെ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. വേണ്ട, നാഗലോകത്തുള്ളവരുമായി നിന്റെ കളി വേണ്ട. പിന്നെ അതോർത്ത് നീ പശ്ചാത്തപിക്കേണ്ടതായി വരും. പശ്ചാത്താപമോ? 8 ദിക്കുകളെയും കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ ത്രയംബകന് പശ്ചാത്താപമോ? ഏയ് നാഗറാണി, എന്റെ മുൻപിൽ നിന്റെ ഒരു ശക്തിയും വില പോകില്ല. ഏയ് നാഗറാണി, എന്നെ എതിർക്കുവാനുള്ള ഒരു ശക്തിയും നിന്റെ കൈവശമില്ല.
ഇച്ഛാധാരി നാഗറാണി, ഇന്ന് നിന്റെ അന്ത്യമാണ്. എന്തു പറ്റി ഗുരുക്കളെ? വീട്ടില് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങൾ ഇല്ല. ഇവരോടിപ്പോൾ ഒരിക്കലും ഞാൻ സത്യം തുറന്നു പറയുവാൻ പാടില്ല. ഒരുപക്ഷെ ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ ആ നാഗറാണിക്കോ അല്ലെങ്കിൽ ആ മഹാമായിക്കോ കാര്യങ്ങൾ മനസ്സിലായാൽ അവർ ജാഗ്രതരായിരിക്കും. അങ്ങെന്തോ ഗാഢമായിട്ട് ആലോചിക്കുന്നത് പോലെ ഉണ്ടല്ലോ. എന്തുണ്ടെങ്കിലും പറയൂ ഗുരുക്കളെ. വീട്ടിലെല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞതല്ലേ? നിന്റെ മകൻ ത്രിവിക്രമൻ എവിടെ? അവൻ പുറത്തോട്ടൊന്ന് പോയിരിക്കാണ് ഗുരുക്കളെ. നന്ദീശ, ഗുരുക്കളെ, നിന്റെ മകനോ? ശിവാനിയോടൊപ്പം പോയിരിക്കാൻ. ശിവാനി. ഗുരുക്കളെ, എന്റെ മോൻ എന്തെങ്കിലും ദോഷങ്ങൾ വല്ലതും ഉണ്ടോന്ന് ഒന്ന് നോക്കി പറയാമോ? അവൻ എന്റെ വാക്കുകൾ കേൾക്കുന്നില്ല. 2-3 ദിവസമായിട്ട് ഫോണും എടുക്കുന്നില്ല. ദേവി ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഞാൻ ഏത് ദൈവത്തിന് വേണമെങ്കിലും വഴിപാട് നടത്താം. ചുമ്മായിരിക്കും. ആരോട് എന്താ പറയേണ്ടെന്ന് ഒരു വിചാരമില്ല. ദിഗ്വിജയ, ത്രിവിക്രമനോട് ഇപ്പോൾ തന്നെ വരാൻ പറയൂ. അവൻ ഇവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതില് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താച്ചാ, ഞാൻ ത്രിവിക്രമനെ വിളിക്കാൻ ശ്രമിച്ചിട്ട് അവന്റെ ഫോൺ പരിധിക്ക് പുറത്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറെ നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടും അവനെ കിട്ടുന്നില്ല ഗുരുക്കളെ. നിന്നോട് പറയാതെ പോയെന്നോ? വീണ്ടും വിളിക്കവനെ. ഗോവിന്ദ. ശരി അളിയ. ഗുരുക്കളെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ട് ദിഗ്വിജയ. ഞാൻ വന്നത് തന്നെ ആ കാര്യത്തിന് വേണ്ടിയാണ്. ഞാൻ അതെങ്ങനെ മറക്കും? നിങ്ങൾ സത്യം മനസ്സിലാക്കുവാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല. അതിനി എപ്പോഴാ? ഉടൻ തന്നെ പറയാൻ. ഞാൻ എനിക്കിവിടെ തപസ് ചെയ്യുവാനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കും. ആയിക്കോട്ടെ ഗുരുക്കളെ. ഈ നാഗറാണി രക്ഷപ്പെടുവാനുള്ള ഒരു ശ്രമവും വേണ്ട. എന്റെ ദിഗ്ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല നിനക്ക്. നീ ആ ദിഗ്ബന്ധനത്തിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. അതിൽ നിന്ന് രക്ഷപ്പെടുവാനുണ്ടായിരുന്നത് ഒരു മാർഗം മാത്രം. മണിബന്ധനത്തിന്റെ സഹായം കൊണ്ട് മാത്രം. നിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ആ മണിബന്ധനം എടുത്തത് ഞാനാണ്. പക്ഷേ അവസാനം അത് തന്നെ നിന്റെ രക്ഷയ്ക്കായി വന്നു. പക്ഷേ ഇവിടെ നിന്നും നിന്നെ രക്ഷിക്കുവാൻ ആർക്കുമാവില്ല. ഇപ്പോൾ നിന്റെ കയ്യിൽ നാഗലോകത്തിലെ ഒരു ശക്തിയും ഉണ്ടാവില്ല. നിന്നെ ഞാനിപ്പോൾ സംഹരിക്കാൻ പോവുകയാണ്. ഇനി നീയും ഉണ്ടാവില്ല, നിന്റെ ഒരു അവശിഷ്ടവും ഉണ്ടാവില്ല.